സ്ഥലത്ത് ഇങ്ങനെ വന്ന് കൂട്ടത്തോടു കൂടി താമസിക്കുകയും അവിടെ വന്ന് വോട്ടർ പട്ടികയിൽ ഇടം നേടുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. ബിജെപിയുടെ വോട്ട് 2 ലക്ഷത്തോളമായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കണക്കിനകത്തുള്ള വോട്ടർമാർ അത്തരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി ബിജെപി വ്യാപകമായി ശ്രമിച്ചില്ല എന്ന് പറയാൻ കഴിയുമോ? ഇവിടെ ഇപ്പൊ തൃശ്ശൂരിൽ ഒരു കാര്യം എടുത്തു. അദ്ദേഹത്തിന്റെ വിജയത്തെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെതല്ല ഈ പറയുന്നത്. ആലത്തൂര് പാർലമെന്റിൽ നിന്ന് എത്ര വോട്ട് ചേർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് 60,000 വോട്ട് ചേർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും 60,000 വോട്ട് കുറയണ്ടേ? 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ഉള്ളത് 89,000 വോട്ടെന്തോ മറ്റാണ് ആലത്തൂരിലുള്ളത്. അത് 29,000 കുറയണ്ടേ? ലോജിക്കല്ലേ ഞാൻ ചോദിക്കുന്നത്? ലോജിക്കല്ലേ? 29,000 1,89,000 വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആലത്തൂരിലെ വോട്ട് മുഴുവൻ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ ചേർത്തു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആലത്തൂരിലെ വോട്ട് പോട്ടെ, ഒരു 5,000 വോട്ടെങ്കിലും കുറയണ്ടേ? ഞാൻ പറയുന്നത് 5,000 കുറയണ്ടേ? ഇത് 1 ലക്ഷമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 89,000 നിന്ന് 1,89,000 വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്ത് തരം പ്രോസസ്സാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ഗുരുവായൂർ അസംബ്ലി സെഗ്മെന്റിനകത്താണ് ചേർപ്പിച്ചിരിക്കുന്നത്, ഏറ്റവും അധികം വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത്. ആ ഗുരുവായൂരിൽ BJP 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണ്. കാരണം ഇവരാണ് അവിടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇനി അതും പോട്ടെ, നമ്മുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുനിൽകുമാർ, അദ്ദേഹം സ്വന്തം ബൂത്തിൽ പിറകിലാണെന്ന്. അവിടെയും സുരേഷ് ഗോപി ഞങ്ങൾ കൊണ്ടുപോയി എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് വോട്ട് ചേർപ്പിച്ചെന്ന് അദ്ദേഹത്തിന് ആരോപണമുണ്ടോ? എങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലെങ്കിലും, വലിയ ഫ്ളാറ്റുകളൊന്നും ഉള്ള മേഖലയൊന്നും അല്ലല്ലോ, അവിടെയെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് ബൂത്ത് വെരിഫിക്കേഷൻ എങ്കിലും സ്വന്തം പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ വന്ന് നിന്നിട്ട് ഈ പറയുന്ന കരച്ചിൽ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.